പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ള അച്ഛന്മാര്, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാര്, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് ഭക്തിയോടെ ബലിയർപ്പിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിരന്തര കാരുണ്യത്താൽ അങ്ങ് കുടുംബത്തെ സംരക്ഷിക്കണമേ. അങ്ങനെ സ്വർഗീയ കൃപയുടെ ഏക പ്രത്യാശയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങേ സംരക്ഷണത്താൽ എപ്പോഴും സുരക്ഷിതരാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. ദൈവമായ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നില്ല. കാരണം അവിടുന്ന് ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. കൃഷി ചെയ്യാൻ മനുഷ്യനുണ്ടായിരുന്നുമില്ല.
എന്നാൽ ഭൂമിയിൽ നിന്ന് ഒരു മൂടൽ മഞ്ഞ് ഉയർന്ന് ഭൂതലമെല്ലാം നനച്ചു. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അവിടുന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. ജീവൻ്റെ വൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ അവിടുന്ന് വളർത്തി. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്. തിന്നുന്ന ദിവസം നീ മരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ആത്മാവേ എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. അവിടുന്ന് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു. വസ്ത്രമെന്ന പോലെ അങ്ങ് പ്രകാശമണിഞ്ഞിരിക്കുന്നു. എൻ്റെ ആത്മാവേ എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. കർത്താവിനെ വാഴ്ത്തുക. യഥാസമയം ഭക്ഷണം ലഭിക്കാൻ അവ അങ്ങയെ നോക്കിയിരിക്കുന്നു. അങ്ങ് നൽകുമ്പോൾ അവ ഭക്ഷിക്കുന്നു. അങ്ങ് കൈ തുറന്നു കൊടുക്കുമ്പോൾ അവ നന്മകളാൽ സംതൃപ്തരാകുന്നു. എൻ്റെ ആത്മാവേ എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. കർത്താവിനെ വാഴ്ത്തുക. അങ്ങ് അവയുടെ ശ്വാസം പിൻവലിക്കുമ്പോൾ അവ മരിച്ച് പൂഴിയിലേക്ക് മടങ്ങുന്നു. അങ്ങ് ജീവശ്വാസം അടയ്ക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. എൻ്റെ ആത്മാവേ എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. കർത്താവിനെ വാഴ്ത്തുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ വചനമാണ് സത്യം. ഞങ്ങളെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്കു മഹത്വം. അക്കാലത്ത് ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് യേശു പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല. എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ ജനങ്ങളെ വിട്ട് ഭവനത്തിലെത്തിയപ്പോൾ ഈ ഉപമയെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചു. അവൻ പറഞ്ഞു, നിങ്ങളും വിവേചനാശക്തിയില്ലാത്തവരാണോ? പുറമേ നിന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ സാധിക്കയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? കാരണം അവ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല, പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു. എല്ലാ ഭക്ഷണപദാർത്ഥങ്ങളും ശുദ്ധമാണെന്ന് അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു. അവൻ തുടർന്നു, ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്.
എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, മരണചിന്ത നല്ലതാണോ? മരണചിന്ത നല്ലതാണോ? നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് മരിക്കണം. ആ ചിന്തയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ മരിക്കും എന്ന് വചനം പറയുമ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നല്ലതാണ്. നിങ്ങൾ മരിക്കും, എന്നെങ്കിലും ഒരിക്കൽ മരിക്കും. നമ്മൾ മരിക്കുകയില്ല എന്ന് വിചാരിച്ച് ജീവിക്കരുത്. അതുകൊണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം 28-ാം 6-ാം വാക്യത്തിൽ ജീവിതാന്തം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക, നാശത്തെയും മരണത്തെ ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. ഇപ്പോൾ നമ്മുടെ തോന്നിയത് പോലെ ജീവിക്കുന്നവരോടാണ് ദൈവം ഈ വചനം പറയുന്നത്. നിങ്ങൾ മരിക്കും. നിങ്ങളിങ്ങനെ പോയാൽ മരിക്കും, പാപത്തിൽ മരിക്കും. അങ്ങനെയുള്ള വചനങ്ങൾ ഈശോ പറയുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിലും ഇതുപോലെ ഒരു വചനമുണ്ട്. നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത്, ജീവിതാന്തം ഓർത്ത് അതിനകറ്റിക്കളയുക. അതായത് ജീവിതത്തിൻ്റെ അവസാനത്തെ എപ്പോഴും ഓർക്കണം. ഞാൻ ഒരിക്കൽ മരിക്കേണ്ടവനാണ് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് ഇന്നത്തെ 1-ാം വായനയിലും ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 17-ാമത്തെ വാക്യം, അത് ഇന്നത്തെ അവസാനത്തെ വാക്യമാണ് 1-ാം വായനയിലെ, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെ ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്. തിന്നുന്ന ദിവസം നീ മരിക്കും. അതാണ് വചനം പറയുക. ഇപ്പം മരിക്കേരെന്നുള്ള വിചാരത്തിൽ ജീവിക്കരുത്. ഇന്ത്യൻ തത്വചിന്തയിൽ ഉള്ള ഒരു സംഭവമാണ്. ഞങ്ങൾ അച്ഛന്മാർ ഫിലോസഫി പഠിക്കുന്നൊരു കാര്യമാണ് ചാർവാക ഫിലോസഫി, ചാർവാക ദർശനം. അത് വളരെ ഓപ്പോസിറ്റാണ്. നമ്മൾ ക്രൈസ്തവ ചിന്തകളിൽ നിന്നൊക്കെ വളരെ ഓപ്പോസിറ്റാണ്. അത് നീ തിന്നുകുടിച്ച് അങ്ങനെ മതിച്ച് ജീവിക്കുക, ഒരു കുഴപ്പമില്ല, നീ അങ്ങനെ ജീവിക്കുക, ഇപ്പോൾ ഉള്ളതങ്ങ് ആസ്വദിച്ച് അങ്ങനെ ജീവിക്കുക, മരണത്തെക്കുറിച്ചൊന്നും ചിന്തിക്കരുത്, നീ ആസ്വദിച്ച് അങ്ങനെ ജീവിക്കുക. ഇങ്ങനെ മധുരമായി പറയുന്നതാണ്. ഇന്ദ്രിയ സുഖങ്ങളൊന്നും, അതൊക്കെ ആസ്വദിച്ച് ജീവിക്കുക. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നത് നിന്റെ ഉള്ളിൽ നിന്ന് വരുന്നവയാണ് നിന്നെ അശുദ്ധനാക്കുന്നത്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, വ്യഭിചാരം, ഭോഗാസക്തി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ആസ്വദിച്ച് ജീവിക്കുക. അങ്ങനെയാണ് ഈ ഫിലോസഫി പറയുന്നത്, ചാർവാക ഫിലോസഫി. അങ്ങനെ ഒരു മനുഷ്യൻ എൻ്റെ ജീവിതാവസാനം വരെയുള്ള കാര്യങ്ങൾ എനിക്ക് ഇനി ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടണ്ട, അങ്ങനെ ചിന്തിച്ചൊരു മനുഷ്യനുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിലാണ്. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച കൂടുതൽ വലിയവ പണിയും, അതിലെൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു, വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. അപ്പോഴാണ് ദൈവം അവനോട് പറഞ്ഞു, ലൂക്ക 12:20, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്ന് ആവശ്യപ്പെടും, അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാവും? ഇന്ന് മരിച്ചുപോയ എന്ത് ചെയ്യും? ഇന്ന് നീ മരിച്ചുപോയ എന്ത് ചെയ്യും? തിന്നുകുടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞ് നിന്റെ ജീവിതത്തെ നീ ആത്മീയതയൊക്കെ മാറ്റിവെച്ച ഭൗതികതയ്ക്ക് പ്രാധാന്യം കൊടുത്ത് നീ ജീവിച്ചാൽ, ഇന്ന് നീ മരിച്ചുപോയാൽ നീ കൂട്ടിവെച്ചിരിക്കുന്നതൊക്കെ ആരുടേതാകും? അതാണ്. അപ്പോൾ ഇത്
ഈ ചാർവാക ഫിലോസഫിയിലെ ജ്ഞാനി എന്ന് പറയുന്നത് ലോകകാര്യങ്ങൾ തിരക്കി അതിലങ്ങ് ജീവിക്കുന്നയാളാണ്. അവനാണ് ബുദ്ധിമാൻ. ലോകസുഖങ്ങളൊക്കെ അടിച്ച് പൊളിച്ച് അങ്ങ് ജീവിക്കുന്നവനാണ് ആ തത്വചിന്തയിലെ ജ്ഞാനി. പക്ഷെ ബൈബിളിലെ ജ്ഞാനി ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവനാണ്. ബൈബിളിലെ ജ്ഞാനി ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവനാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-2 തവണയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അത് 8-ാം അധ്യായത്തിൽ 21 യോഹന്നാൻ 8:21 യോഹന്നാൻ 8:21 യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. 24-ാം വാക്യത്തിൽ യോഹന്നാൻ 8:24 നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ അതിൽ 2 തവണ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിനൊരു വ്യാഖ്യാനമായിട്ട് വേണമെങ്കിൽ കരുതാം. ഇവയെല്ലാം അനുഭവിച്ചുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാളെക്കാളും കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. വീണ്ടും പറയണം, അല്ല ഞാൻ പറയുന്നു, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അപ്പോൾ പാപത്തിൽ ഇങ്ങനെ ഒരു മരണചിന്തയില്ലാതെ ഞാൻ എപ്പോഴെങ്കിലും മരിക്കേണ്ടവനാണ്, അതുകൊണ്ട് അങ്ങനെ അതിനുള്ള ഒരുക്കങ്ങൾ നടത്താതെ ഇങ്ങനെ ലോകത്തിൻ്റെ അരൂപിയിൽ ജീവിക്കുന്നവൻ മരിക്കും എന്നാണ് പറയുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. അപ്പോഴാണ് നമുക്ക് ഈ പിശാചിൻ്റെ ഒരു കെണിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കേണ്ടത്. ദൈവം പറയുകയാണ്, നിങ്ങളത് തിന്നരുത്, തിന്നാൽ നിങ്ങൾ മരിക്കും എന്ന് പറയുമ്പോൾ പിശാചാരാ മോൻ. പിശാച് 3-ാം അധ്യായത്തിൽ, ഉൽപ്പത്തിയുടെ 3-ാം അധ്യായത്തിൽ ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിനെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? കാരണം ദൈവം എന്ത് പറഞ്ഞു അത് വെച്ചിട്ട് തന്നെ ചോദ്യം ചെയ്തു. അതാണ് അവൻ്റെ ക്ലവർനെസ്. അവൻ അത് വെച്ചിട്ട് തന്നെ ചോദ്യം ചെയ്തു. തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴം ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്. ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി 3:4 സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. അതാണ് പിശാച് വെക്കുന്ന കെണി. അതാണ് പിശാച് വെക്കുന്ന കെണി. ദൈവം നമ്മളോട് പറയുന്നൊരു കാര്യത്തിന് നേരെ ഓപ്പോസിറ്റ് പറയും. മകനെ സൂക്ഷിച്ച് നടക്ക് എന്ന് മാതാപിതാക്കൾ പറയുമ്പോൾ ഇല്ല, അതൊന്നും കുഴപ്പമില്ല എന്ന് നമ്മൾ അപ്പം തന്നെ പറയും, മറുപടി പറയും, തർക്കുത്തരം പറയും. അതാണ് പിശാചിൻ്റെ ഒരു രീതിയാണ്. അതുകൊണ്ടാണ് മരിക്കുമെന്നുള്ളത് സത്യമാണ്, അത് കഴിച്ചാൽ മരിക്കും. പക്ഷെ പിശാച് നമ്മളെ കെണിയിലാക്കുന്നൊരു കാര്യമാണ്, അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. അവൻ നുണ പറയും, നുണ പറഞ്ഞ് വഞ്ചിക്കും. ദൈവം പറയും നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാച് നേരെ ഓപ്പോസിറ്റ് നുണ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കും. നിങ്ങൾ കുടിച്ചങ്ങ് ജീവിച്ചോ, നിങ്ങൾ ഒരിക്കലും മരിക്കുകയല്ലെന്ന് പറയും. അതാണ് പിശാച് വെക്കുന്ന കെണി. അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാം, ഇന്നത്തെ ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോഴും നേരെ ഓപ്പോസിറ്റ് ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ സഭയുടെ കൂടെ ദൈവത്തിൻ്റെ കൂടെ വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനമാക്കി നമ്മൾ ചിന്തിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ചിന്ത നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പിശാച് ഉപയോഗിക്കുകയാണെന്ന് മനസ്സിലാക്കുക. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ തീർത്ഥാടന കേന്ദ്രത്തിലായിരിക്കുമ്പോഴും നമ്മളെ വീഴ്ത്താൻ പിശാച് വരും. നമ്മൾ നല്ല അരൂപിയിലൊക്കെ ഇവിടെ വന്ന് അപ്പോൾ അമ്മയോട് അമ്മ ഞാൻ വേളാങ്കണ്ണി പോയി വാ മകനെ, നല്ല മിടുക്കനായിട്ട് വാ എന്ന് പറയുമ്പോൾ അങ്ങനെ സന്തോഷിച്ച് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കാനും ഇന്ന കാര്യങ്ങൾ ചെയ്ത് രക്ഷപ്പെടാതിരിക്കാനും പിശാച് കെണിവെക്കും. നമുക്ക് ചിലപ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഞാനാകെ ടയേർഡായി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ നമ്മളെ ന്യായീകരിച്ച് നമ്മൾ ഈ അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താതെ പിശാച് നമ്മളെ നോക്കി നടക്കും. അതാണ് അവൻ്റെ ലക്ഷ്യം. നമ്മളിതൊന്നും ഉപയോഗിക്കരുത്, നമ്മളിവിടെ പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിക്കരുത്, നമ്മൾ സന്തോഷത്തോടെ ജീവിക്കരുത്. അതാണ് പിശാചിൻ്റെ ലക്ഷ്യം.
ദൈവം തരുന്ന സമാധാനവും സന്തോഷവും സ്വീകരിക്കാൻ നമുക്ക് ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലെ ഇന്നത്തെ പ്രാർത്ഥനകളും ഇവിടെ ഉള്ള ഓരോ തീർത്ഥ സങ്കേതങ്ങളും നമുക്ക് പ്രയോജനപ്പെടുത്താം. ദൈവം നമ്മളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നല്ല ആത്മസംതൃപ്തി ഉണ്ടാകട്ടെ. അയ്യോ, ഇതൊന്നും ഞാൻ ചെയ്തില്ലല്ലോ, ഞാൻ നല്ലൊരു അവസരമാണല്ലോ നഷ്ടമാക്കി കളഞ്ഞത് എന്ന് തോന്നാതിരിക്കട്ടെ. അവരെ പർദീസയിൽ ആ ഒരു കാര്യം അനുസരിക്കാതിരുന്നതിനെ തുടർന്ന് അവർ മരത്തിൻ്റെ മറവിൽ ഒളിച്ചു നിൽക്കേണ്ടതായിട്ട് വന്നു. നമുക്ക് കൺവെട്ടത്ത് വരാൻ പറ്റാത്തത് നമ്മുടെ സെൽഫ് എസ്റ്റീം, സ്വയം അഭിമാനം നശിപ്പിക്കുന്നവനാണ് പിശാച്. ആ ധൂർത്തപുത്രൻ്റെ കഥയിൽ അവൻ വ്യഭിചാരികളോട് കൂട്ടുചേർന്ന് സ്വത്തെല്ലാം ധൂർത്തടിച്ചിട്ട് പോലും അവനെ ദൈവത്തിൻ്റെ മകനാണെന്നുള്ള ചിന്ത കൊണ്ട് ദൈവം നിറച്ചു. അമിതമായ കുറ്റബോധം നിറയ്ക്കുന്നത്, നിരാശ നിറയ്ക്കുന്നത് പിശാചാണ്. അതുകൊണ്ട് ഈ ദൈവമേഖലയിൽ നമുക്ക് പരിശുദ്ധാത്മാവിൽ നിറയാം, ദൈവിക ചിന്തകൾ കൊണ്ട് നിറയാം, അഭിഷേകം കൊണ്ട് നിറയാം, മരിയൻ സാന്നിധ്യം കൊണ്ട് നിറയാം, ഈശോയുടെ സാന്നിധ്യം കൊണ്ട് നിറയാം. അതിനെല്ലാം ദൈവം നമ്മളെ ഒത്തിരി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവമേ, ജീവിതം ബലിയായി എന്നെയും എൻ സർവവും നിൻ തിരുബലിയിൽ ഹൃദയതാളമതേകിടാം ഹൃദയപൂർവം ഞാൻ സ്നേഹമോടെ മാറ്റണേ നിൻഹിതം പോലെ ഹൃദയതാളമതേകിടാം ഹൃദയപൂർവം ഞാൻ സ്നേഹമോടെ മാറ്റണേ നിൻഹിതം പോലെ. പ്രിയ സഹോദരനെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ബലഹീനതയിൽ സഹായമായി ഈ സൃഷ്ടവസ്തുക്കളെ അങ്ങ് രൂപപ്പെടുത്തിയല്ലോ. അങ്ങനെ ഇവ നിത്യതയുടെ കൂദാശയായി തീരാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നി അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി. അവിടുന്ന് ക്രൂശിലെ പീഡകൾ സഹിച്ച് നിത്യം മരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ.
ദൈവം പരിശുദ്ധൻ, നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങേ ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റു പറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ നമുക്ക് ആലപിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്ന ആഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന്
അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഒരേ അപ്പത്തിൽ നിന്നും ഒരേ പാനപാത്രത്തിൽ നിന്ന് ഞങ്ങൾ പങ്കുകൊള്ളാനങ്ങ് തിരുമനസ്സായല്ലോ. ക്രിസ്തുവിൽ ഒന്നായി തീർന്നുകൊണ്ട് ലോകരക്ഷയ്ക്കായി ആനന്ദത്തോടെ ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവിധം ജീവിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ.
അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മെ ഏവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു.